വർദ്ധിപ്പിക്കാനും വാഴ്ത്താനും മഹത്വപ്പെടുത്താനും ദൈവം നമുക്കെല്ലാവർക്കും സഹായിച്ച മഹാകൃപയോർത്ത് ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. അന്നേ ദിവസവും ദൈവസ്ഥൽ കടന്നു വന്ന് നമുക്ക് ചില വചനങ്ങൾ ധ്യാനിച്ച് നമുക്ക് കടന്നു പോകാം. വായിക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 66-ാമത്തെ വചനം 4. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 66-ാമത്തെ വചനം 4. അവർ ഭയപ്പെടുന്ന അവർക്കും വരുത്തും. ഞാൻ വിളിച്ചപ്പോൾ ആരും ഉത്തരം പറയാതെയും ഞാൻ അരുളി ചെയ്തപ്പോൾ ആരും ഉത്തരം പറയാതെയും ഞാൻ അരുളി ചെയ്തപ്പോൾ ആരും കേൾക്കാതെയും അവരെനിക്ക് അനിഷ്ടമുള്ളതായത് ചെയ്ത് എനിക്ക് പ്രസാദമല്ലാതെ തിരഞ്ഞെടുത്തത് കൊണ്ട് യഹോവയുടെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവരെ അവന്റെ വചനം നിങ്ങൾ കേട്ടുകൊള്ളുവിൻ. നിങ്ങളെ പകച്ചു ഞങ്ങൾ നിങ്ങളോട് സന്തോഷം കണ്ട് രസിക്കേണ്ടതിന് യഹോവ തന്നത്തെ മുഖത്തിൽ ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. വേദവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവം പറഞ്ഞപ്പോൾ നാം കേൾക്കാതെയും ദൈവം അരുളി ചെയ്തപ്പോൾ നാം അത് തിരിഞ്ഞു നോക്കാതെയും ശ്രദ്ധിക്കാതെയും നമുക്ക് ഇഷ്ടമായത് ചെയ്തതുകൊണ്ട് നമുക്ക് അനർത്ഥങ്ങൾ ഉണ്ടാകുമെന്ന് വേദവചനം പഠിപ്പിക്കുന്നു. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഒന്നുകൂടെ വായിക്കാം. ഞാൻ പറഞ്ഞിട്ടും നിങ്ങൾ കേൾക്കാതെയും, അതേ വചനത്തിൽ ഞാൻ വിളിച്ചപ്പോൾ ആരും ഉത്തരം പറയാതെയും ഞാൻ അരുളി ചെയ്തപ്പോൾ നിങ്ങൾ കേൾക്കാതെയും അവർ എനിക്ക് അനിഷ്ടമായത് ചെയ്ത് എനിക്ക് പ്രസാദമല്ലാതെ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ യഹോവയുടെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവരെ അവന്റെ വചനം നിങ്ങൾ കേട്ടുകൊള്ളുവിൻ. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. മലയാളത്തിൽ മുന്നേ വരുന്നത് പിന്നെയും പിന്നെ വരുന്നത് മുന്നെയും പിടിച്ചെഴുതി വെച്ചിരിക്കുന്നു. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കാതെയും ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ മാറ്റാതെയും നിങ്ങൾ ഇഷ്ടം പോലെ നടന്നുകൊണ്ട് ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ദൈവം നമുക്ക് വിരോധമായ അനർത്ഥങ്ങൾ ഉണ്ടാക്കുമെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ആ ദൈവത്തിന് സ്തോത്രം. അനർത്ഥം ഉണ്ടാകാൻ കാരണം ദൈവം ഇങ്ങനെ തന്നെ ചെയ്യണം, ഇങ്ങനെ തന്നെ നടക്കണമെന്ന് ദൈവം നമ്മോട് പറഞ്ഞിട്ടും നാം അത് കേൾക്കാതെ അതിൻ്റെ കാരണമെന്ന് വേദവചനം പഠിപ്പിക്കുന്നു. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. നമുക്ക് ഇഷ്ടമായത് അത് കേൾക്കാതെ നമുക്ക് ഇഷ്ടമായി തിരിഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ അന്നത്തെ ദിവസം വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കും എന്ന് വേദവചനം പഠിപ്പിക്കുന്നു. അന്നത്തെ ദിവസം മനുഷ്യൻ്റെ ജീവിതത്തിൽ വരത്താൻ അനുവദിച്ചിരിക്കുന്നു. അതെന്തിനെന്ന് വെച്ചാൽ ഈ ദിവസങ്ങളിൽ എങ്ങനെ അവൻ്റെ വിശ്വാസം നിലനിൽക്കുന്നു, അവൻ എങ്ങനെ നിലനിന്ന് പോകുന്നു, അവൻ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നു, എങ്ങനെ വചനങ്ങൾ കൈക്കൊണ്ട് നടക്കുന്നു എന്നുള്ള പ്രയാസ കാലഘട്ടങ്ങളെയും ദൈവം അനുവദിച്ച് അത് അവരുടെ ജീവിതത്തിൽ ദൈവം പരീക്ഷിക്കുന്ന ചില കാലഘട്ടമുണ്ടെന്ന് വേദവചനം പഠിപ്പിക്കുന്നു. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഞാൻ വിളിച്ചിട്ടും നിങ്ങൾ കേൾക്കാതെയും എന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം. കേൾക്കുന്നതെന്ന് വെച്ചാൽ പ്രസംഗം കേൾക്കുന്നത് കൊണ്ടല്ല. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഇപ്പോൾ ഒരുപാട് പ്രസംഗങ്ങളുണ്ട്, രാഷ്ട്രീയത്തിലുള്ള പ്രസംഗങ്ങളുണ്ട്, മതസംബന്ധപ്പെട്ട പ്രസംഗങ്ങളുണ്ട്. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. പല പ്രസംഗങ്ങളുണ്ട്. ഇതല്ല കേൾക്കേണ്ടിയത് വചനങ്ങൾ കേൾക്കണമെന്ന് വേദവചനം പഠിപ്പിക്കുന്നു. റോമർ 10-ാം വചനം 17 വായിക്കാം. വിശ്വാസം കേൾവിനാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ എന്തൊരു കേൾക്കണം എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ വചനങ്ങൾ കേൾക്കണം. ആ ദൈവത്തിന് സ്വന്തമായി പറയുന്ന പ്രസംഗങ്ങളല്ല, ക്രിസ്തുവിന്റെ വചനങ്ങൾ സംബന്ധപ്പെട്ട് എന്തൊരു വചന പ്രസംഗങ്ങളുണ്ടോ അത് ദൈവമക്കൾ കേൾക്കണമെന്ന് വചനം പഠിപ്പിക്കുന്നു. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ആ ദൈവത്തിന് സ്തോത്രം. ആ കേൾവി വചനപ്രകാരമായിരിക്കാം. അപ്പോൾ പ്രസംഗം വചനപ്രകാരമായിരിക്കണം. അല്ലാത്തതുള്ളൊന്നും കേൾവിയല്ല, കേൾക്കരുത്, അത് പ്രസംഗങ്ങളല്ല. ആ ദൈവത്തിന് സ്തോത്രം എന്ന് വേദവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ലേവ്യരുടെ പുസ്തകം 18-ാം വചനം 5 വായിക്കാം. അതിൽ ഒരുപാട് സംഭവങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നു. ആ ദൈവത്തിന് സ്തോത്രം. ഇവ കാര്യത്തിൽ നിങ്ങൾ തീർച്ചപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു. വായിക്കാം. ആ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം. അവ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ജീവിക്കും. ഞാൻ യഹോവയാകുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് ചട്ടങ്ങൾ അവിടെ എഴുതി നമുക്ക് തന്നിരിക്കുന്നു. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ആ വചനം 25 വരെ ആ ചട്ടങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നു. അതിൻ്റെ 23-24 കൂടെ വായിക്കാം.
യാതൊരു മൃഗത്തോടു കൂടെ ശയിച്ച് അതിനാൽ നിന്നെ അശുദ്ധമാക്കരുത്. യാതൊരു സ്ത്രീയും ഒരു മൃഗത്തോടു കൂടെ ശയിക്കേണ്ടതിനെ അതിന്റെ മുമ്പിൽ നിൽക്കുകയും അരുത്. അത് നികൃഷ്ടം. ഇവയിൽ ഒന്നുകൊണ്ടും നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത്. ഇവയിൽ ഒന്നുകൊണ്ടും നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്ന ജാതികൾ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്ന ഈ ജാതികൾ ഇവയാലൊക്കെയും തങ്ങളെ തന്നെ അശുദ്ധമാക്കിയിരിക്കുന്നു. ദേശവും അശുദ്ധമായി തീർന്ന് അതുകൊണ്ട് ഞാൻ അതിന്റെ അകൃത്യം ഒരു ദിവസം അതിന് മേൽ സന്ദർശിക്കും. ദേശം അവിടുത്തെ നിവാസികളെ ഛർദ്ദിച്ചു കളയുമെന്ന് വേദവചനം പഠിപ്പിക്കുന്നു. ഇതിൽ എഴുതിയിരിക്കുന്ന ആ 1:5 മുതൽ എഴുതിയിരിക്കുന്ന 25 വചനം വരേക്കും എഴുതിയിരിക്കുന്നത് ചില കാര്യങ്ങൾ നാം ശ്രദ്ധയോട് വായിച്ച് മനസ്സിലാക്കിയാൽ എന്തിനു ചെയ്യാം, എന്തിനു ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചില വിധികൾ അവർ ചട്ടങ്ങളെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു. ആ ദൈവത്തിന് സ്തോത്രം. മുമ്പ് ഇത് ഇസ്രായേൽ ജനങ്ങൾക്ക് ദൈവം പറഞ്ഞു കൊടുത്ത ചട്ടങ്ങൾ. ആ ദൈവത്തിന് സ്തോത്രം. ആ കാനാനിൽ ഇരുന്ന ജനങ്ങൾ ഈ വക പ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തിക്കാതിരുന്ന് അതുകൊണ്ട് ദേശം അവരെ ഛർദ്ദിച്ചു കളഞ്ഞ് ദേശവും അശുദ്ധമായി തീർന്ന് ദേശം അതുകൊണ്ട് അവരെ ഛർദ്ദിച്ചു കളഞ്ഞ് അവരെ വിടുവിക്കാൻ ആരും ഇല്ലാതായിപ്പോയി എന്ന് വേദവചനം പഠിപ്പിക്കുന്നു. ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അനുഭവിക്കാൻ പ്രിയ ദൈവമക്കളെ. പക്ഷേ എല്ലാ ദൈവത്തിനും സ്തോത്രം ഉണ്ടാകട്ടെ. ദൈവത്തിന് ഇഷ്ടമില്ല അനിഷ്ടമായ ചില കാര്യങ്ങൾ നാം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദേശം നമ്മളെ ഛർദ്ദിച്ചു കളയുമെന്ന് വേദവചനം പഠിപ്പിക്കുന്നു. ഇത് ജനങ്ങൾക്ക് ദൈവം നൽകിയ ഒരു നിയമമാണ്. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അത് വരുമ്പോൾ കയ്യക്കാരടിച്ചിട്ട് അത് ചെയ്ത് അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആര് എന്തൊരു ചെയ്താലും പിടിക്ക് നിൽക്കുകയില്ല. ആ ദൈവം വിചാരിച്ചില്ല അത് മാറുകയില്ല. ദൈവം ഒരു അനർത്ഥം വരുത്തുകയാണെങ്കിൽ അതിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ നീക്കുപോക്ക് ഉണ്ടാകാൻ ദൈവത്തെ കൊണ്ടേ കഴിയാൻ, അല്ലാതെ സദാ മനുഷ്യനെ കൊണ്ട് അത് കഴിയുന്ന കാര്യമല്ല എന്നും വേദവചനം നമ്മളെ പഠിപ്പിക്കുന്നു. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാമത്തെ വചനം 7-8 വായിക്കാം. യെശയ്യാവ് 44-ന്റെ 7-8. ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നത്, നിന്നെ സ്നേഹിപ്പാൻ ആരില്ലാതാകും. നിങ്ങൾ വന്നു പാർക്കുന്ന മിസ്രയീം ദേശത്ത് വെച്ച് അന്യദേവന്മാർക്ക് ധൂപം കാണിച്ച് നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികൾ കൊണ്ട് എന്നെ കോപിപ്പിക്കുന്നതിനാൽ നിങ്ങളെ തന്നെ ഛേദിച്ചു കളഞ്ഞിട്ട് സകല പൂജാതികളുടെയും ഇടയിൽ നിങ്ങൾ ശാപവും നിന്ദയുമായി തീരേണ്ടതിന് നിങ്ങളുടെ പ്രാണഹാനിക്കായി ഈ മഹാദോഷം ചെയ്യുന്നതെന്ത്? ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. നിങ്ങൾ സമാധാനമായ ദേശത്തിൽ വന്നതിന് ശേഷം അന്യ ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കുകയാണെങ്കിൽ ആ ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ സന്തതി നഷ്ടപ്പെട്ടു പോകും. എന്ന് എഴുതിയിരിക്കുക. തമിഴ് പറയുമ്പോൾ ഞാൻ നിങ്ങളെ വേറെടുത്ത് കളയുമെന്ന് എഴുതിയിരിക്കുന്നത്. അതിപ്പോൾ സന്താനം മുഴുവനും നഷ്ടപ്പെട്ടു പോകും എന്നാണ് ആ ഭാഗത്ത് നമ്മളെ പഠിക്കാൻ നാം ഭാഗത്ത് വായിക്കാൻ പറ്റുന്നത്. അങ്ങനെ ആ ദൈവത്തിന് സ്തോത്രം. സമാധാനമായ ദേശത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നാം യഥാർത്ഥമായ ദൈവത്തിൻ്റെ കാര്യങ്ങൾ നാം അറിയാതെ നമുക്കിഷ്ടം പോലുള്ള ദൈവങ്ങളെ നാം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മുടെ സന്താനങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് വേദവചനം പഠിപ്പിക്കുന്നു. ക്രിസ്തു ആരാധിക്കുന്നവരായിരിക്കാം, അവരും അന്യ ദൈവങ്ങളെ ആരാധിക്കാം. തീർച്ചയായിട്ടും ഈ നിയമങ്ങൾ തന്നെ അവർക്കുണ്ടാകും. എത്രയോ കുടുംബങ്ങളുടെ സംഭവങ്ങൾ എനിക്കറിയാം. ആ ദൈവത്തിന് സ്തോത്രം. നല്ല ഭക്തിയുള്ള കുടുംബം, ഭയഭക്തിയോട് ക്രിസ്തു ആരാധിക്കുന്ന കുടുംബം. ആ പ്രിയ ദൈവമക്കളെ ആ കുടുംബങ്ങളുടെ അവസാന സ്ഥിതി നോക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം അത് ഭയങ്കരമായിരിക്കുന്നു. കാരണം ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ പോലും അവർ സന്തതിയിൽ ആരും ഇല്ലാതെ പോകുന്നു. ഇങ്ങനെ വേറിട്ട് പോകുമെന്ന് വേദവചനം പഠിപ്പിക്കുന്നു. ആ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ അന്യ ദൈവങ്ങളെന്ന് പറയുന്ന ദൈവങ്ങളുടെ നാമങ്ങൾ ഉച്ചരിക്കുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. ആ ദൈവത്തിന് സ്വന്തം അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന വേദനകൾ പെരുകുമെന്ന് വേദവചനം ചൂണ്ടിക്കാണിക്കുന്നു. അന്യ ദൈവങ്ങളെ ആരാധിച്ച് അവിടെ കൊടുത്താൽ എന്ത്, നമുക്ക് മാത്രമായ ദൈവം, അവർ ആരാധിക്കുന്ന ദൈവം അല്ലയോ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്യുന്നത് എളുപ്പം. ദൈവം നിങ്ങളെ കയ്യിലെ കാലമൊന്നും പിടിക്കില്ല, ചെയ്യുമെന്ന് പറഞ്ഞ് വിട്ടുതരും. പക്ഷേ സമയം വരുമ്പോൾ പിടിക്കുകയാണെങ്കിൽ സന്തതികൾ വേറിട്ട് പോകത്ത രീതിയിൽ അശേഷം ദൈവം നഷ്ടപ്പെടുത്തുമെന്ന് വേദവചനം പഠിപ്പിക്കുന്നു. ആ ദൈവത്തിന് സ്തോത്രം. ആവർത്തന പുസ്തകം 4:23-26 വരെ വായിക്കാം. ആവർത്തന പുസ്തകം 4:23-26 വരെ. ഉപാഗമം 4:23-26 വരെ.
നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് ചെയ്തിട്ടുള്ള അവന്റെ നിയമം നിങ്ങളോട് ചെയ്തിട്ടുള്ള അവന്റെ നിയമം നിങ്ങൾ മറന്ന് നിന്റെ ദൈവമായ യഹോവ നിങ്ങൾ മറന്ന് നിങ്ങളുടെ ദൈവമായ യഹോവ വിരോധിച്ചതുപോലെ യാതൊരു സാദൃശ്യമായ വിഗ്രഹം ഉണ്ടാക്കി ഉണ്ടാക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഉണ്ടാക്കാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ, ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ, തീക്ഷ്ണതയുള്ള ദൈവം തന്നെ. തീക്ഷ്ണനുള്ള ദൈവം തന്നെ. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. നാം കൈവശമാക്കാൻ പോകുന്ന ദേശത്ത്, സമാധാനമായിരിക്കുന്ന ദേശത്ത് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യരുത്, വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആരാധിക്കുകയും ചെയ്യരുത്. ഇത് മുഖാന്തരമായി അழிവ് നമുക്കുണ്ടാകും എന്ന് വേദവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ആയതുകൊണ്ട് ദൈവമക്കളായിരിക്കുന്നവർ ആരാധിക്കുന്ന ആരാധനകളെക്കുറിച്ച്, ആ ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങളെക്കുറിച്ചും വളരെ ജാഗ്രതയായി ആരാധിക്കണം, ഉണ്ടാക്കി നമസ്കരിക്കണമെന്ന് വേദവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇരിക്കാൻ നമുക്ക് അടുത്തോടെ നന്നായിരിക്കുന്നു, ഞാനും അതേപോലെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്കത് ആരാധിച്ചാൽ എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തകൾ വരാൻ തോന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വേദവചനത്തിൽ എഴുതി തന്നിരിക്കുന്ന ബുക്കുകൾ, വേദവചനങ്ങൾ നാം ശ്രദ്ധയോടെ നോക്കി ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന് നോക്കി ആലോചിച്ച് വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടാമെന്ന് വേദവചനം പഠിപ്പിക്കുന്നു. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. സങ്കീർത്തന പുസ്തകം 55 വചനം 22, 23 വായിക്കാം. സങ്കീർത്തന പുസ്തകം 55, 22, 23. ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊടുക്കുക, അവൻ നിന്നെ പുലർത്തും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് കഷ്ടവും നഷ്ടവും പ്രയാസവും വേദനകളും ദുഃഖങ്ങളും രോഗങ്ങളും വരുമ്പോൾ ഭാരം യഹോവയിൽ വെച്ചു കൊടുക്കുക, അവൻ നിന്നെ പുലർത്തും. ആ നീതിമാൻ കുലുങ്ങി പോകാനെന്ന് സമ്മതിക്കില്ലാന്ന് വേദവചനം പഠിക്കും. നീതിമാൻ ദൈവവചനങ്ങളെ പ്രകാരം ജീവിക്കുന്നവൻ, കൽപ്പനകളെ കൈക്കൊണ്ട് നടക്കുന്നവനെ നീതിമാൻ. അവൻ കുലുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കുകയില്ല എന്ന് വേദവചനം പഠിപ്പിക്കുന്നു. ആ ദൈവത്തിന് സ്തോത്രം. നീതിമാൻ ദൈവത്തെ നോക്കി വിളിക്കുമ്പോൾ അവൻ്റെ വിളി ദൈവം കേൾക്കും. അവൻ്റെ വിളി ദൈവം യഹോവയ്ക്ക് ഇഷ്ടമുള്ളതായിരിക്കും. ദൈവം ചിന്തിച്ച് കളയുകയില്ല. ആയതുകൊണ്ട് നാം നീതിമാന്മാരായി ദൈവകൽപ്പനകളെ അനുസരിക്കുന്നവരായി ജീവിക്കണം. ഒരു അനർത്ഥവും നമുക്ക് സംഭവിക്കുകയില്ല എന്ന് വേദവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ആ ദൈവത്തിന് സദൃശ്യവാക്യം 17-19 വായിക്കാം. കലഹപ്രിയൻ ലംഘനപ്രിയനാകുന്നു, ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. പടിവാതിൽ പൊക്കത്തിൽ പണിയുന്നവൻ വെടിവെച്ചിരിക്കുമെന്ന് അഴിഞ്ഞ് നഷ്ടപ്പെട്ടു പോകുമെന്ന് വേദവചനം പഠിപ്പിക്കുന്നു. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ആ കലഹമുണ്ടാക്കി, പ്രയാസമുണ്ടാക്കി, ആ ദൈവത്തിന് സ്തോത്രം വീടെ ചുറ്റും 4 സൈഡും കാമ്പോഴും പൊക്കത്തിൽ പണിത് സമാധാനമായി ജീവിക്കാമെന്ന് നാം ശ്രമിച്ചാൽ നാശം സംഭവിക്കുമെന്ന് വേദവചനം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. വചനപ്രകാരം നാം സമാനത്തെ കണ്ടെത്തി സമാനമായിരിക്കാൻ ശ്രമിക്കണം. അല്ലാതെ ആ ദൈവത്തിന് സ്തോത്രം കലഹം വേണ്ട, നമ്മൾ ആരും കാണണ്ട എന്ന് പറഞ്ഞ് പൊക്കത്തിൽ മതിൽ കെട്ടി സമാനത്തോടെ ഇരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും സമാധാനക്കുറവ് തന്നെ ഉണ്ടാകും എന്ന് വേദവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ടിയ ഒരു വചനമാണ്. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. കലഹപ്രിയനും ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അടുത്തവർക്ക് തിന്മ ഉണ്ടാക്കുന്ന മനുഷ്യനും ആ ഉയരത്തിൽ മതിൽ കെട്ടി, നമ്മൾ വായിക്കുമ്പോൾ ആ ദൈവത്തിന് സ്തോത്രം വാദപ്രിയനും വാതകപ്രിയനും തൻ വാസലെ ഉയർത്തി കട്ടുகிறവൻ അഴിവെ നാടുகிறான்னு വേദത്തിൽ എഴുതി തരപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ആ ദൈവം അവർക്ക് തീർച്ചയായിട്ടും നാശം സംഭവിക്കും എന്ന് വേദവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10, 22, 23 കൂടെ വായിക്കാം. ഇസ്രായേലേ, ഞാൻ നിന്റെ ജനം കടൽക്കര മണലത്തിനെ ആയിരുന്നാലും അതിലൊരു മാത്രം മടങ്ങി വരും. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അതിന് നാശം നീതിയോട് വരുമെന്ന് വേദവചനം പഠിപ്പിക്കുന്നു. ആ ദൈവത്തിന് സ്തോത്രം. കടൽക്കര മണലത്തിനായിരുന്നാലും നിങ്ങൾ നീതിയെ കൈക്കൊണ്ടില്ലെങ്കിൽ നാശം നീതിയോട് വരുമെന്ന് എഴുതിയിരിക്കുന്നു. ഇതിൽ എഴുതിയിരിക്കുന്ന വചനപ്രകാരം നാശം സംഭവിക്കാൻ ഏതുവാകുമെന്ന് എഴുതിയിരിക്കുന്നു. ആയതുകൊണ്ട് ദൈവമക്കൾ വചനങ്ങൾ വായിച്ച് ശ്രദ്ധയോടെ കൈക്കൊണ്ട് ആ ദൈവവാക്കാണ്, ദൈവം പറയുന്ന പോലെ ജീവിക്കണം എന്ന് പറഞ്ഞ് അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഛേദവും നമുക്ക് ഉണ്ടാകാതെ ദൈവം നമ്മളെ
സൂക്ഷിക്കുമെന്ന് വേദവചനം പഠിപ്പിക്കുന്നു. ഇതെല്ലാം കൈക്കൊള്ളാതെ ആ ദൈവത്തിൽ നമുക്ക് കൈക്കാലടിഞ്ഞ അയ്യോ എനിക്കുണ്ടായി, എനിക്കിങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ എൻ്റെ സന്തതിക്ക് എങ്ങനെ സംഭവിച്ചു എന്ന് നാം നിരവഹിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് വേദവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ആമോസ് പ്രവാചകന്റെ പുസ്തകം 5-ാമത്തെ വചനം 18-19 വായിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ദിവസത്തെ അന്വേഷിക്കുന്ന അയ്യോ കഷ്ടം, ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. ആ നല്ല ദൈവമെങ്കിൽ ദൈവം കാണട്ടെ, കേൾക്കട്ടെ. ദൈവം കേൾക്കുമ്പോൾ നമുക്ക് തിരുത്തിക്കൊള്ളാം, ദൈവം അന്വേഷിക്കുമ്പോൾ നമുക്ക് എന്തെന്ന് മനസ്സിലാക്കിക്കൊള്ളാമെന്ന് മനുഷ്യൻ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ അഴിവ്, അവൻ്റെ നാശം നീതിയോട് വരും, ദൈവ കൽപ്പനയോട് വരുമെന്ന് നാം നേരത്തെ വചനത്തിൽ കാണുകയായിരുന്നു. ഇവിടെ എന്തിനെഴുതിയിരിക്കുന്നു സാർ വായിക്കാം. ആമോസ് 5:18-19. യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം. എങ്ങനെയെന്ന് വെച്ചാൽ ഞാനിതൊക്കെ നടക്കുന്നു, എനിക്കൊരു അനർത്ഥവും സംഭവിക്കുന്നില്ല, ദൈവം കേൾക്കട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവം അന്വേഷിക്കട്ടെ, ദൈവം എൻ്റെ അടുത്ത് ചോദിക്കട്ടെ എന്ന് ഇരിക്കുന്ന ചിലരുണ്ട്. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ദൈവത്തിന് ദിവസത്തിന് കാത്തിരിക്കുന്ന നിനക്ക് അയ്യോ കഷ്ടം. വായിക്കാം. യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്തൊരു ഗുണം. അത് വെളിച്ചമല്ല ഇരുട്ടത്രേ. അത് ഒരുത്തൻ സിംഹത്തിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയിട്ട് കരടി അവനെ എതിർപ്പെട്ടതുപോലെയും വീട്ടിൽ ചെന്ന് കൈവച്ച് ചുവരോട് ചാരിയപ്പോ സർപ്പം അവിടെ വെച്ച് അവനെ കടിച്ചതുപോലെയാകും. ദൈവത്തിന്റെ ദിവസത്തെ നോക്കിയിരിക്കുന്നവർക്ക് വേദവചനത്തിനെ പഠിപ്പിക്കുന്ന ദൈവമക്കളെ. ആയതുകൊണ്ട് ഇത് തന്നെ വിധി, ഇത് തന്നെ പ്രമാണം. വേദപുസ്തകം വായിച്ച് ഇത് എനിക്കെഴുതപ്പെട്ടതല്ല, അത് സഭക്കാർക്കെഴുതിയത്, അവർക്കെഴുതിയത്, ഇവർക്കെഴുതിയതെന്ന് ചിന്തിക്കുന്ന ദൈവജനങ്ങൾക്ക് അയ്യോ കഷ്ടം. അങ്ങനെ ഇല്ലാതെ ഇത് എനിക്കെഴുതിയിരിക്കുന്നു, എൻ്റെ കാര്യത്തിന് ഓർത്ത് ഞാൻ തിരുന്തേണ്ടതാകുന്നു, ഞാൻ മാനസാന്തരപ്പെടേണ്ടതാകുന്നു എന്ന് നാം ചിന്തിച്ച് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അനർത്ഥം നമുക്ക് ഭരിക്കുകയില്ല. ഇല്ലാതെ അത് ആ ദിവസം വരട്ടെ, ദൈവം ചോദിക്കട്ടെ, അപ്പോൾ തിരുത്തിക്കൊള്ളാം, അപ്പം മാനസാന്തരപ്പെട്ടുകൊള്ളാം എന്ന് ആര് ചിന്തിക്കുന്നു, ആ ദിവസത്തെ സിംഹത്തിന് എതിർപ്പെട്ടപ്പോൾ ഓടി രക്ഷപ്പെട്ട് അപ്പുറത്ത് പോയപ്പോൾ കരടി വന്നതുപോലെയും വീട്ടിൽ ചെന്ന് ചുവരിൽ ചാരി നിന്നപ്പോൾ പാമ്പ് അവിടെ വെച്ച് അവരെ കടിച്ചതുപോലെയും ആയിരിക്കും എന്ന് അവരുടെ ജീവിതത്തെക്കുറിച്ച് വേദവചനം പഠിപ്പിക്കുന്നു. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ആയതുകൊണ്ട് ദൈവമക്കളായിരിക്കുന്ന നാം ആ ദൈവം ചോദിക്കട്ടെ, ദൈവം കേൾക്കട്ടെ. വേദവചനം വായിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ചതിന് ശേഷം അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ദൈവം ചോദിച്ചോട്ടെ, അപ്പോൾ നമുക്ക് തിരുത്തിക്കൊള്ളാം, അപ്പോൾ നമുക്ക് മാനസാന്തരപ്പെട്ടുകൊള്ളാം. അല്ലെങ്കിൽ വയസ്സാകട്ടെ, അപ്പോൾ നമുക്ക് മാനസാന്തരപ്പെട്ടുകൊള്ളാം. ദൈവത്തിന് സ്തോത്രം. എന്തൊരു സംഭവിക്കുന്നു അറിയട്ടെ എന്ന് ഇരിക്കുന്ന ചിലരുണ്ട്. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും ഈ പ്രകാരം അവർക്ക് സംഭവിക്കുമെന്ന് വേദവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ദൈവം അബ്രഹാമിനോട് പറയുമ്പോൾ ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ, നിന്റെ സന്തതി വലുതായിരുന്നാലും ആ ദൈവത്തിന് സ്തോത്രം, എൻ്റെ വാക്ക് നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ സന്താനം പെരുകും, ആകാശ നക്ഷത്രങ്ങളെ പോലെ പെരുകുമെന്ന് ദൈവം പറഞ്ഞായിട്ടിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 26:4-5 കൂടെ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ 4-5. അബ്രഹാം എൻ്റെ വാക്ക് കേട്ട് എൻ്റെ നിയമവും കൽപ്പനകളും ചട്ടങ്ങളും ആചരിച്ചത് കൊണ്ട് ഞാൻ നിന്റെ സന്തതി ആകാശ നക്ഷത്രങ്ങളെ പോലെ ആർത്തിപ്പിക്കുമെന്ന് വേദവചനം പഠിപ്പിക്കുന്നു. ആ ദൈവത്തെ ആരാധിക്കുന്ന ദൈവവചനമേ, ദൈവം മക്കളെ തന്നിരിക്കുന്നു. ആ മക്കള് അന്തിമേക്ക് നമുക്ക് കാണത്തക്കതായ രീതിയിൽ അത്രകാലം ജീവിച്ചിരിക്കണമെങ്കിൽ നാം ദൈവവാക്കുകൾ ആബ്രഹാം അനുസരിച്ചതുപോലെ കൽപ്പനയും ചട്ടവും നിയമവും ദൈവം ആബ്രഹാം അനുസരിച്ചു എന്ന് വേദവചനം പഠിപ്പിക്കുന്നു. ഇതിലിരിക്കുന്ന കൽപ്പനകൾ, ഇതിലെഴുതിയിരിക്കുന്ന ചട്ടങ്ങൾ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന നിയോഗങ്ങൾ, ഇതൊക്കെ ദൈവമൊക്കെ കൈക്കൊള്ളേണ്ടതാകുന്നു. തീർച്ചയായും അപ്പോൾ ഓട്ടോമാറ്റിക്കാൻ നമ്മുടെ സന്താനം പെരുകും, അത് വളരും, അത് ഉയർമെന്ന് വേദവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അവരുടെ സന്തതി ആകാശമണൽ പോലെ തികഞ്ഞു നിൽക്കുമെന്ന്, നക്ഷത്രങ്ങൾ പോലെ തികഞ്ഞു നിൽക്കുമെന്ന് വേദവചനം പഠിപ്പിക്കുന്നു. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ആയതുകൊണ്ട് ആ ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനമേ, ദൈവം നമുക്കിതൊക്കെ പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞത് കേൾക്കാതെയും ഞങ്ങൾക്ക് പ്രബോധിച്ചത് നിങ്ങൾ അനുസരിക്കാതെ ഇരിക്കുന്നതുകൊണ്ട് ആ ദൈവത്തിന് സ്തോത്രം, ഞാൻ ഇഷ്ടപ്പെടുന്ന അനർത്ഥ ദിവസം നിങ്ങൾ മേൽ വരുത്തുമെന്ന് വേദവചനം നമ്മളെ പഠിപ്പിക്കുന്നു. നാം ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ, വചനങ്ങൾ അനുസരിക്കാതെ, നിയമങ്ങളെ പാലിക്കാതെ അപ്രകാരം നാം ജീവിച്ചു പോകുമെങ്കിൽ
തീർച്ചയായിട്ടും നമുക്ക് അനർത്ഥ ദിവസം ദൈവം വച്ചിരിക്കും, ഉളവാക്കിയിരിക്കും എന്ന് വേദവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് വിറയലോട് കൂടിയ വചനങ്ങൾ വായിച്ച് മനസ്സിലാക്കി കൽപ്പനകളൊക്കെ ദൈവജനങ്ങൾ